ഞാൻ ഉത്തരവാദിത്തം ഏറ്റെടുത്തപ്പോൾ എല്ലാം മാറി. കുറ്റപ്പെടുത്താൻ എളുപ്പമായിരുന്നു വ്യവസ്ഥ, സമയം. എന്നെ നിരാശപ്പെടുത്തിയ ആ ഒരാൾ. എല്ലാത്തിനും എനിക്ക് ഒരു കാരണമുണ്ടായിരുന്നു. ഒരു ഫലമൊഴികെ. എന്നാൽ ഒരു ശാന്തമായ ദിവസം, മറ്റൊരു ഒഴിവ് കഴിവ് നിറഞ്ഞ വൈകുന്നേരത്തിന് ശേഷം എന്തോ ഒന്ന് പൊട്ടിത്തെറിച്ചു. ഉച്ചത്തിലല്ല, അതൊരു മന്ത്രിക്കലായിരുന്നു. കണ്ണാടിയിൽ തുറച്ചു നോക്കുന്ന ഒരു തരം നിശബ്ദത. അത് എന്നെ ബാധിച്ചു. ഈ കുഴപ്പം പരിഹരിക്കാൻ എന്നെയല്ലാതെ മറ്റാരും വരുന്നില്ല. ഞാൻ ചുറ്റും നോക്കി. പൂർത്തിയാകാത്ത ലക്ഷ്യങ്ങൾ, തുറക്കാത്ത പുസ്തകങ്ങൾ, പ്രേത സ്വപ്നങ്ങൾ. അവ ഉപേക്ഷിക്കപ്പെട്ടില്ല, അവ ഒഴിവാക്കപ്പെട്ടു. ഞാനെന്ന സത്യത്തിന് കുത്തേറ്റു. പക്ഷേ ആ കുത്തലിൽ എനിക്ക് വന്യമായ എന്തോ ഒന്ന് കണ്ടെത്തി. നിയന്ത്രണം. തയ്യാറാകാൻ ഞാൻ കാത്തിരുന്നത് നിർത്തി. എൻ്റെ ഭാവി എൻ്റെ തെറ്റാണെന്ന് ഞാൻ അറിയാൻ തുടങ്ങി. നല്ലതോ ചീത്തയോ? അങ്ങനെ ചെയ്യുമ്പോൾ ജീവിതം ഒരു പസിലാകുന്നത് നിർത്തുന്നു. ഒരു പ്രൊജക്റ്റ് ആക്കാൻ തുടങ്ങുന്നു. മുമ്പ് പരിഭ്രാന്തി ഉണ്ടായിരുന്നിടത്ത് നിങ്ങൾക്ക് ശക്തി തോന്നുന്നു. നിങ്ങൾ സ്ട്രെസ്സോടെയല്ല, ലക്ഷ്യബോധത്തോടെയാണ് ഉണരുന്നത്. കാരണം നിങ്ങൾ ഉത്തരവാദിത്തം ഏറ്റെടുക്കുമ്പോൾ പേന തിരികെയെടുത്ത് നിങ്ങൾ ഒരു സൈഡ് ക്യാരക്ടറല്ല, രചയിതാവായി മാറുന്നു. തീർച്ചയായും ചിലപ്പോൾ അത് ഭാരമുള്ളതാണ്. നിങ്ങൾ വീഴും, ചിലപ്പോൾ നിങ്ങൾ സംശയിക്കും. പക്ഷേ ഇപ്പോൾ അത് നിങ്ങളുടെ വീഴ്ചയാണ്, നിങ്ങളുടെ ഉയർച്ചയും. ലോകം മാറിയില്ല, ആളുകൾ മാറിയില്ല, ഞാൻ മാറി. അത് എല്ലാം മാറ്റി. നിങ്ങളുടെ ജീവിതം സ്വന്തമാക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ഉടമസ്ഥതയിലാകുക.